നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി CPI നേതാവ് KE ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച് KE ഇസ്മായിൽ. പാർട്ടി നടപടി അംഗീകരിക്കുന്നു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ CPIയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും KE ഇസ്മായിൽ. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകൾ അടച്ച് ധർണ നടത്തി. യന്ത്രം ഉപയോഗിച്ചുള്ള കയറ്റിറക്കിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽകെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉൾപ്പെട്ട 21 ഗ്രാമീണ റോഡുകൾക്ക്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തീകരിക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA. വാർത്തകൾ വിശദമായി. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട CPI നേതാവ് KE ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച് KE ഇസ്മായിൽ പാലക്കാട്ട് പ്രതികരിച്ചു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും ഇസ്മായിൽ കൂട്ടിച്ചേർത്തു. ഞാൻ 10-70 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇവിടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് കൂടുതൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരിക്കുകയും ചോരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പടുത്തുള്ളൊരു പാർട്ടിയാണ്. 10-70 കൊല്ലമായി ഞാൻ അതിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പാർട്ടീനായിരിക്കും. പാർട്ടിയിൽ മാറിവരുന്ന കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിലയില്ലാതെ തള്ളാൻ കഴിയില്ല. അതിനാൽ അംഗീകരിക്കുന്നു. തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പ്രതികരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നടത്തുമെന്നും KE ഇസ്മായിൽ പറഞ്ഞു. അത് പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എന്നുള്ള നിലയിൽ അതിന് ആ നിലയിലില്ലാതെ കാണാൻ കഴിയില്ല. പിന്നെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് ഞാൻ പറയും. CPI നേതാവായ P രാജുവിനെ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പാർട്ടി നടപടിക്ക് വിധേയനാക്കിയതിൽ പാർട്ടിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതാണ് CPIയിൽ നിന്ന് KE ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്കെതിരെ കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കടകൾ അടച്ച് ധർണ സമരം നടത്തിയത്. വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികൾ നേരിടുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാരോഗ്യ പ്രവണതകൾ നിർഭാഗ്യകരമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ഇറക്കുന്നതിനെ ചൊല്ലി കുളപ്പുള്ളിയിലെ സിമന്റ് വ്യാപാരിയുമായുള്ള ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU തർക്കത്തെ തുടർന്ന് സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികൾ പന്തൽകെട്ടി സമരം ആരംഭിച്ചതോടെയാണ് വ്യാപാരിക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്ത് വന്നത്. കടകൾ അടച്ചിട്ടായിരുന്നു കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ ധർണ. ഭീഷണികൾക്കു മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഇന്നത്തെ വ്യാപാരി സമൂഹമെന്നും വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ ഇതിന്റെ നിലനിൽപ്പിനായി സഹകരിക്കുന്നതിനു പകരം ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളുടെ നീക്കം അങ്ങേയറ്റം നിന്ദ്യമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. വലിയ തൊഴിലാളി സംഘടനയായ CITU കാര്യങ്ങൾ പഠിച്ച് പക്വമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ സഹോദരൻ ഞാനിതാ എൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്താണ് കാരണം? ഈ ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, എൻ്റെ അഭിമാനത്തിന് വില പറയുന്ന, എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല, മരണമല്ലാതെ ഒരുപക്ഷെ എൻ്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ദയനീയമായി വിലപിക്കുമ്പോൾ ഈ കുളപ്പുള്ളിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളിൽ ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പുള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മളിവിടെ യോഗം ചേരുന്നത്. ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ PP ഉമ്മർ സ്വാഗതം പറഞ്ഞു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ,
ട്രഷറർ അഭിലാഷ്, ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബി, കൂനത്തറ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ്, കൈലാട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ, നെല്ലായ യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം, വെള്ളിനേഴി യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിലെ ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കാൻ 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉൾപ്പെടെ 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 6 കോടി രൂപയാണ് വകയിരുത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. MLA നിർദ്ദേശം നൽകിയ റോഡുകൾക്കാണിത്. പട്ടാമ്പി മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനർനിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ പുനർനിർമ്മാണത്തിന് മതിയായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ കടന്നുപോയതിനാൽ ഗ്രാമീണ റോഡുകൾ തകർന്നത് വളരെയേറെ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ 21 റോഡുകൾക്ക് ഭരണാനുമതി ലഭിച്ചത് ഏറെ ആശ്വാസകരമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എലപ്പുള്ളി ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ 100 മണിക്കൂർ ഉപവാസം നടത്താൻ തീരുമാനിച്ചതായി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യൂസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എലപ്പുള്ളിയിലെ വിവാദ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ നേർക്കാഴ്ചയാണ്. ജനങ്ങളെയോ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയോ ഒട്ടും തന്നെ പരിഗണിക്കാതെ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ തികച്ചും ഏകപക്ഷീയമായി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായാണ് സ്വജനപക്ഷപാതപരമായി സർക്കാരും എക്സൈസും വ്യവസായ വകുപ്പ് മന്ത്രിമാരും അഴിമതിക്ക് കുടപിടിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ച് 5 സെന്റ് ഭൂമിയെങ്കിലും തരം മാറ്റിയെടുക്കൽ പ്രക്രിയയ്ക്ക് വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് 24 ഏക്കർ ഭൂമി ഫാക്ടറി നിർമ്മിക്കാൻ ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങുകയും അതിൽ 4 ഏക്കർ ഡാറ്റാ ബാങ്കിൽ പെടുകയും ചെയ്തിരിക്കുകയാണ്. വസ്തുത ഇതായിരിക്കെ സ്ഥലത്ത് വ്യവസായം ആരംഭിക്കാൻ അനുവാദം നൽകിയത് ഈ സർക്കാരിൻ്റെ കർഷകരോടുള്ള വിരുദ്ധ മനോഭാവത്തിൻ്റെ ഉദാഹരണമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഡിസ്റ്റിലറി പ്രവർത്തനം നിർത്തിയ മേഖലയിൽ ഇപ്പോഴും ഗ്രൗണ്ട് വാട്ടറും കിണർവെള്ളവും മലിനമാണ്. കെമിക്കലുകളും സ്പിരിറ്റും എഥനോളും ഉൾപ്പെടെ മറ്റ് മാലിന്യങ്ങളും ഈ മണ്ണിൽ കലരുന്നത് മണ്ണിൻ്റെ ഘടനയും ചുറ്റുവട്ടത്തുള്ള കൃഷികളെയും പ്രദേശത്തെയാകെയും പ്രതികൂലമായി ബാധിക്കും. എലപ്പുള്ളി പഞ്ചായത്തിൽ നിരവധിയായ കർഷകർ അവരുടെ ഉപജീവന മാർഗമായ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ജലം ലഭിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ജലം റോ മെറ്റീരിയലായിട്ടുള്ള ഒരു കമ്പനിയുടെ അവിടെ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രമവിരുദ്ധമായാണ്, ചട്ടങ്ങൾ പാലിക്കാതെയാണ് നാളിതുവരെ ആ കമ്പനി അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു പ്രമുഖനായ മന്ത്രിയുടെ സഹായത്തോടുകൂടി നടക്കുന്നതെന്ന കാര്യവും എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് 24 ഏക്കർ ഭൂമിക്ക് നികുതി അടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം, ആ നിയമം നിലവിലുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ ഭൂരഹിതരായി വീട് വയ്ക്കുവാൻ ഭൂമിയില്ലാതെ പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ അധികം ജനങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഇതേ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ഭൂമി മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ചരിത്രവും പാലക്കാടുണ്ട്. കർഷകരോട് തികച്ചും മനുഷ്യത്വരഹിതവും മര്യാദയില്ലാത്തതുമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ അങ്ങേയറ്റം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനം. സമരത്തിന്റെ സൂചനയായി മാർച്ച് 22-ന്
100 മണിക്കൂർ ഉപവാസ സമരം ആരംഭിക്കും. വിളനാശവും വന്യമൃഗങ്ങളുടെ ആക്രമണവും ജലലഭ്യതയിലെ കുറവ് മൂലം കർഷകർ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ കർഷക വിരുദ്ധ നടപടികൾ മാത്രമേ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുള്ളൂവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. കർഷക വിരുദ്ധ നയങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങും വരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസും DCC പ്രസിഡന്റ് A. തങ്കപ്പനും വ്യക്തമാക്കി. കർഷക കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് B. ഇക്ബാൽ, സെക്രട്ടറി G. ശിവരാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പാലക്കാട് ജില്ലയിലെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ചു നൽകും. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്യാമ്പുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇംഗ്ലണ്ടിലെ ഹോൾവർഹാംപ്റ്റൺ റോട്ടറി ക്ലബ്ബും തൃശൂർ റോട്ടറി ക്ലബ്ബും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് ഏരിയയിലെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സൗജന്യമായി കൃത്രിമക്കാലുകൾ വച്ചു നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്യാമ്പുകൾ നടത്തും. മുൻഗണനാക്രമത്തിൽ വരുന്ന 100 പേർക്കാണ് സൗജന്യ സേവനം ലഭ്യമാക്കുക. കൃത്രിമക്കാലുകൾ ആവശ്യമുള്ള വ്യക്തികൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷിക്കണം. 6282525694 7559920017 9605547899 എന്നീ നമ്പറുകളിലാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി വിളിക്കേണ്ടത്. ഇംഗ്ലണ്ടിലുള്ള ഓവർഹാംപ്റ്റൺ റോട്ടറിയിലൊക്കെ നമ്മൾ 500 കൃത്രിമ കാലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് മൂവാറ്റുപുഴ, ഒന്ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് നിന്നുണ്ട്. പാലക്കാട് നമുക്ക് ഒറ്റപ്പാലത്തിനാണ് നമുക്കത് ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഇതിനൊന്ന് കോയമ്പത്തൂരാണ്. നമ്മൾ പാലക്കാട് ജില്ലയിൽ നമ്മൾ 100 പേർക്ക് സൗജന്യമായിട്ട് കൃത്രിമ കാല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് 6 മാസമെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർബന്ധം. എന്നാലാണ് ആ മുറിവ് ഉണങ്ങുള്ളൂ. അതിനുശേഷം എല്ലാവർക്കും കംപ്ലൈൻറ്റ് മാക്സിമം അതൊരു ആധാറിൻ്റെ ഒരു കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും. ആദ്യം വരുന്ന 100 പേർക്കാണ് നമ്മൾ നോക്കുന്നത്. സുനിൽ അമ്മാത്ത്, AK ഹരീന്ദ്രനാഥൻ, R മധുസൂദനൻ, K രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തെയും കേരളത്തിലെ തൊഴിലാളി വർഗത്തെയും അപമാനിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ചിന് ശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ് കേരള എന്നുള്ള വ്യവസായ സംരംഭം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ആ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ 2 ലക്ഷം കോടി രൂപയുടെ വ്യവസായ സംരംഭമാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു അഭിപ്രായത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? എന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ വ്യവസായ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത്. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി K ഗംഗാധരൻ, CC രാജൻ, K റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ മേജർ ഡോക്ടർ O വേണുഗോപാൽ അവാർഡ് ദാനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ CD ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മുൻ പ്രിൻസിപ്പാളായിരുന്ന മേജർ ഡോക്ടർ O വേണുഗോപാൽ അവാർഡ് ദാനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു.
എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ് ഇപ്പോഴാണ് പറഞ്ഞെടുത്ത് തൃശ്ശൂർ സാറിൻ്റെ ലേഡീസ് ഉണ്ട്. എൻ്റെ വൈഫ് കാലത്ത് പറയാം വേണു സാറ് എൻ്റെ അമ്മാവൻ്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞത് എനിക്ക് കണ്ടറിയില്ല. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് മനസ്സിലാകാൻ മനസ്സിൽ പറയണ്ടായി. എനിക്കൊരാണ്ട് ആ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് സാറിൻ്റെ പറഞ്ഞു അത് ഫോളോ ചെയ്യാം. നമുക്കിവിടെ കുറച്ച് നമ്മളെ ഓർക്കുന്ന കലായിരിക്കും നമ്മൾ പോയാലും. ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഇവിടെ മുന്നേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം NCCയിലെ ഒരു ഫ്രണ്ടായിട്ട് അന്നും പറയാനായിട്ട് നമുക്ക് വേൾസാർ മാത്രമേ നമ്മളൊക്കെ പറഞ്ഞു വേൾസാർ വേ ഓഫ് കണ്ടക്ട് പ്രോഗ്രാംസ് ഇതൊക്കെ ഇപ്പോൾ സാർ വന്ന് ഭംഗി നടത്തുന്നുണ്ടൊക്കെ. അപ്പോൾ അത് കൊമേഴ്സിൽ എല്ലാം ചെയ്യുന്ന സാറാണ് സാർ. എല്ലാവരും ഉണ്ട് തന്നെ. ചടങ്ങിൽ കോമേഴ്സ് വിഭാഗം മേധാവി VK മുരളീധരൻ അധ്യക്ഷനായി. ഡോക്ടർ HK സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി, റോസിന, ഡോക്ടർ പ്രമോദ്, ഡോക്ടർ ബിന്ദു മോനൻ, രാഹുൽ വേണുഗോപാൽ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ MCom, BCom, BBA യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ക്യാഷ് അവാർഡും മൊമൻ്റോയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ ഡൽഹിയിൽ മാർച്ച് 27 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മലയോര ജാഥയ്ക്ക് കിള്ളിമംഗലത്തെ സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്താണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി ആനിത്തോട്ടം, ബിജു ആന്റണി, ജോളി അഗസ്റ്റിൻ, റജില മംഗലത്ത്, സജി ജോസഫ്, മുരളി വരവൂർ, സുരേഷ് മുള്ളൂർക്കര, ശ്രീധരൻ, ഗോപി, ലിജിൻ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സംരക്ഷിക്കുക, മനുഷ്യജീവനെ സംരക്ഷിക്കുക, കാർഷിക മേഖലകളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1972 വന സംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയെന്നും മുന്നോട്ട് വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് എം പ്രസ്ഥാനം കാർഷിക മേഖലകളിൽ വിലത്തകർച്ച ഉണ്ടാകുമ്പോൾ, കാർഷിക മേഖലകളിൽ അതിഗുരുതരമായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗാനമേളയ്ക്ക് പോകാൻ അനുവാദം ലഭിക്കാത്ത മനോവിഷമത്തിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. മണ്ണൂർ കൊറ്റുകുളങ്ങര ഗീതാ നിവാസിൽ ജ്യോതിഷിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീഹരിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സമീപത്ത് കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഗാനമേള കാണാൻ അച്ഛനോട് ഫോണിൽ സമ്മതം ചോദിച്ചിരുന്നു അത്രേ. പരീക്ഷ സമയമായതിനാൽ ഗാനമേള കാണാൻ പോകേണ്ട എന്നാണത്രേ അച്ഛൻ മറുപടി പറഞ്ഞത്. ഇതേ തുടർന്നുള്ള മനോവിഷമമാണത്രേ ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. സംഭവ സമയം അച്ഛമ്മ സത്യഭാമ നേദ്യാർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ ജ്യോതിഷും അമ്മ ശശികലയും ഇവർ തന്നെ നടത്തുന്ന പത്തിരിപ്പാലയിലെ സത്യാലാബിലായിരുന്നു. ശ്രീഹരി വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ വിളിച്ചു വരുത്തി കതക് തുറന്നപ്പോഴായിരുന്നു മുറിക്കകത്ത് തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പറളി ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഹരി. ശശികലയാണ് മാതാവ്. ഏക സഹോദരി ശ്രീവാണി ഡിഗ്രി വിദ്യാർത്ഥിയാണ്. മങ്കര പോലീസെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡിപ്പാർട്ട്മെന്റൽ ഫണ്ട് ഉപയോഗിച്ച് പുതിയ അടുക്കളയും ഡൈനിങ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചു. സൂപ്രണ്ട് പ്രസാദ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് രാമദാസ് മൈലങ്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ സൂപ്രണ്ട് ജയലക്ഷ്മി കുരിയക്കോട്ട് മുഖ്യാതിഥിയായിരുന്നു. 12 ഡെസ്കുകളും ബെഞ്ചുകളും സ്കൂൾ അലുമിനി അസോസിയേഷൻ സംഭാവന ചെയ്തു. അലുമിനി പ്രസിഡന്റ് CP രാമൻ, ജയൻ C പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി സ്വാഗതവും നൂൺ മീൽ ഇൻചാർജ് ഷിമിൽ P ജോൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കാറ്ററിംഗ് അസോസിയേഷൻ വടക്കഞ്ചേരി മേഖലാ സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, PA അസീസ്, ശശി ആതിഥേയ, സുരേഷ് മോഡേൻ, ഇന്ത്യ സഫ്രോൺ, റഷീദ് സഖാഫി വെട്ടിക്കാട്ടിരി എന്നിവർ സംസാരിച്ചു. AKCA എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമുള്ള നിങ്ങളിലുള്ള വ്യത്യാസം അത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്.
നമുക്ക് തുറന്ന് പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ അത് ഏത് തലത്തിലെത്തിയിട്ടായാലും സാധിച്ചു തരാനും ഒരു കുടുംബം പോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജാതീയമായോ മതപരമായോ ഉള്ള വിശ്വാസങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന സംഘടന ഉണ്ടായിരിക്കാം. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് ടി.വി. ചന്ദ്രബോസ്, ജനറൽ സെക്രട്ടറി ഗഫൂർ ആറ്റൂർ, ട്രഷറർ പി.എം. അസീസ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈ മാസം 25-ന് നടക്കുന്ന മണ്ണൂർ കൈമകുന്നത്തുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി മണ്ണൂർ കമ്പനിപ്പടി ഭഗവതി വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മെഗാ ഗാനമേളയോടെയായിരുന്നു തുടക്കം. തുടർന്ന് കമ്പനിപ്പടി വേലാഘോഷ കമ്മിറ്റിയുടെ അതിഗംഭീര ദേശക്കൂത്തും ഉണ്ടായി. വേലാഘോഷ പരിപാടികൾ സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. എനിക്കിവിടെ വരാൻ പറ്റി. ഇക്കുറിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വിളിച്ചു. അത് ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സ്വീകരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വളരെ ജനങ്ങൾ പങ്കെടുക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ഗാനമേള ആവാറുണ്ട് എല്ലാ വർഷവും. ഇത് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള സംഗീതമാണെങ്കിലും ഏറ്റവും അധികം ആൾക്കാർക്ക് അത് ആസ്വാദ്യമാകുമെങ്കിൽ അത് തന്നെയാണ് സംഗീതത്തിന് നിർവചനം. PC പ്രീതത്ത് അധ്യക്ഷത വഹിച്ചു. സംഘാടകരായ P.T. കൃഷ്ണനുണ്ണി, T.K. മണി, V.M. മോഹനൻ, പ്രമോദ്, T.L. രതീഷ്, ജ്യോതിഷ്, റിയാസ്, V.L. ബാബു, T.K. വാസു എന്നിവർ സംസാരിച്ചു. 25-നാണ് താലപ്പൊലി. ഇരട്ടക്കാള, വണ്ടിവേഷം, താളമേളങ്ങളും ഭഗവതി വേലാഘോഷ കമ്മിറ്റി വേല ദിവസം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി CPI നേതാവ് KE ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച് KE ഇസ്മായിൽ. പാർട്ടി നടപടി അംഗീകരിക്കുന്നു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ CPIയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും KE ഇസ്മായിൽ. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകൾ അടച്ച് ധർണ നടത്തി. യന്ത്രം ഉപയോഗിച്ചുള്ള കയറ്റിറക്കിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽകെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉൾപ്പെട്ട 21 ഗ്രാമീണ റോഡുകൾക്ക്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തീകരിക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.